നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരാളുണ്ടായിട്ടുണ്ടാവില്ലേ, കുറച്ചു കാലത്തേക്ക് മാത്രം വന്ന് കുറേ നല്ല ഓർമ്മകൾ തന്ന് നമ്മളെ വിട്ടുപോയ ഒരാൾ. എനിക്കും അതിനെ കൊണ്ടൊന്നും കഴിയില്ല. പ്ലീസ് ഇല്ല പ്ലീസ് പ്രജു, ഇല്ല, ഇത് ഇല്ല. മാത്രം എഴുത്, വേറെ ഒന്നും എന്താണ് എഴുതി letter തരണ്ട. ആണോ? ആടാ അപ്പോളജി ലെറ്റർ. അപ്പോളജി ലെറ്ററാ? അതെന്തിന്? അത് കോളേജിൽ നീലി ഇട്ടേക്കുന്ന ആ ചങ്ങായില്ലേ, ഓർക്കെൻ്റെ അപ്പോളജി ലെറ്റർ ഇട്ടാണ്ട് ഉറക്കം വരില്ലാന്ന്. ഓ, അതയാളെ സ്ഥിരം പരിപാടിയാ. ആ അതെ അതെ. അതിവിടെ എല്ലാം അങ്ങനെയാണല്ലോ. തുണിക്ക് നീളം കുറഞ്ഞ പ്രശ്നം, മുടിക്ക് നീളം കൂടിയ പ്രശ്നം. അതും പോരാത്തതിന് മുക്കുത്തി ഉണ്ടല്ലോ, സാധാ മുക്കുത്തി ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇവിടെ ഇട്ടാൽ ഭയങ്കര പ്രശ്നമാണ്. അതിനെല്ലാത്തിനും ലെറ്ററും വേണം. ഇതൊക്കെ പറഞ്ഞ് മൂഡ് കളയല്ലേ, എന്തേലും എഴുതി കൊടുത്ത് ഒഴിവാക്കാൻ നോക്ക്. എഴുതി കൊടുത്തുവിടറാ. എൻ്റെ ഫ്രെഡ് ചേട്ടാക്ക് ഒരു ലീവ് ലെറ്റർ വരെ എഴുതാൻ അറിയില്ല, പിന്നെയാണ് അപ്പോളജി ലെറ്റർ. നമ്മളിപ്പോൾ ഇവിടെ എന്തിനും ഒന്ന് ഗെയിം കളിക്കാനല്ലേ? ആരാ കറക്കുന്നേ? എന്നാൽ ഞാൻ കറക്കാം. ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. എഴുതിക്കൊന്ന. ആ ട്രൂത്ത് മതി. ആ ഇനി പറഞ്ഞ കാര്യമില്ല, എന്തായാലും എഴുതണം. എഴുതിക്കോ. നീ ആയിട്ട് തുടങ്ങിയല്ലേ? എഴുതിക്കോ, പൊക്കോ എഴുതിക്കോ. എന്നിട്ട് വേണ്ടിയായിരുന്നു. എഴുതിയിട്ടെല്ലാം ബാ. ഇനി ഞാൻ കറക്കുന്നേ. ആ അടിപൊളി. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. എന്നാ നീ ആദ്യമായിട്ട് ലവ് ലെറ്റർ കൊടുത്ത ആളുടെ പേര് പറ. നമ്മുടെ തക്കാളി. ആഹാ. കാണാൻ വന്നാണോ? പറ. 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് ആൻമരിയ. അങ്ങനെയാണല്ലേ? ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. അല്ല ട്രൂത്ത് അല്ല, ഡെയർ. ഏതെങ്കിലും ഒന്ന് പറയാപ്പാ. നീ ലെറ്റർ എഴുതി കഴിഞ്ഞാ? ഇപ്പൊ ഒരെണ്ണം പറ. നാ ട്രൂത്ത്. ഫസ്റ്റ് ലവ്. എന്തെന്ന്? ഫസ്റ്റ് ലവ്. വേറൊന്നും ചോദിക്കാൻ കിട്ടിയില്ല നിങ്ങൾക്ക്? പറ ചന്തു. പറയപ്പാ. ഞാനും എൻ്റെ അനിയനും UKG ശേഷം KV മാറി ഭവൻസിലേക്ക് പോയി. അപ്പത്തേനും ക്ലാസ് ഒക്കെ തുടങ്ങിയിരുന്നു. ഭവൻസിൽ എൻ്റെ ഫസ്റ്റ് ഡേ ടീച്ചർ എന്നെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. ഞാൻ നെർവസ് ആയതുകൊണ്ട് ബാക്കിലത്തെ സീറ്റിൽ പോയി ഇരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന കുട്ടി എൻ്റെ കൈ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, വാട്ട്സ് യുവർ ഫേവറേറ്റ് കളർ എന്ന്. ഞാൻ ബ്ലൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എനിക്കൊരു ബ്ലൂ ജെംസ് തന്നു. ഇറ്റ് വാസ് സ്പെഷ്യൽ ഫോർ മീ. അതായിരുന്നു അഗ്നയ്, മൈ ഫസ്റ്റ് ലവ്. ഫസ്റ്റ് ലവ് 1ാം ക്ലാസ്സിന്. ആ വിശ്വസിച്ച്. നീ ഒന്ന് വായി പൂട്ടിയിരുന്നേ. നീ കഥ പറ. അഗ്നയുടെ കൂടെ എപ്പോഴും ഇരിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, അലിഡ. ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായതുകൊണ്ട്
എനിക്ക് അവനോട് മിണ്ടാൻ ഒരു ഗ്യാപ്പ് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവൾ ആബ്സെൻ്റ് ആയി. എന്നിട്ടോ? എന്നിട്ടെന്താ, ആ ഗ്യാപ്പിൽ കയറി ഞാനിങ്ങ് മിണ്ടി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇരുത്തം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്നാക്സ് കൊണ്ടുപോകാറില്ലേ ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ? അപ്പോൾ അഗ്നി എപ്പോഴും ജിംജാം ബിസ്ക്കറ്റാണ് കൊണ്ടുവരാറ്. അവനത് കഴിക്കുമ്പോൾ അതിൽ ജാം ഒരുക്കി തരുമായിരുന്നു. അങ്ങനെ അവൻ്റെ ഫേവറേറ്റായ ബിസ്ക്കറ്റ് എൻ്റെയും ഫേവറേറ്റായി. സ്ലോലി ഐ റിയലൈസ്ഡ് ഇറ്റ് വാസ് നോട്ട് ദ ബിസ്ക്കറ്റ് ബട്ട് ദ പേഴ്സൺ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൻ സ്കൂൾ മാറിപ്പോയി. പിന്നെ ഞാനവനെ കണ്ടിട്ടില്ല. പിന്നെ അവനെക്കുറിച്ച് ഒരു വിവരമില്ലേ? എവിടെ നിന്നാന്ന് അറിയില്ല. പക്ഷെ പണ്ട് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ ഫ്ലെക്സിൻ്റെ ഇടയിൽ എവിടെയോ അഗ്നി എന്നൊരു പേര് കണ്ട പോലെ ഓർമ്മയുണ്ട്. പക്ഷെ അത് അവനാണോ എന്നറിയില്ല. നിനക്കെപ്പോഴെങ്കിലും അവനെ കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അവനെ തേടിപ്പോയാലോ? പോണോ? എന്നാ ബാ പോവാ. അങ്ങനെ പെട്ടെന്നൊന്നും പോകാനൊന്നും പറ്റില്ല. നമുക്കൊന്നും അറിയില്ലല്ലോ. അന്വേഷിച്ചിട്ട് എന്തെങ്കിലും പ്ലാൻ ആക്കിയിട്ട് വേണം പോകാൻ. ഇപ്പം നമുക്ക് എന്തെല്ലാം അറിയാം. 1ാം ക്ലാസ്സിൽ നിന്ന് സ്കൂൾ മാറിപ്പോയി. ലാസ്റ്റ് കണ്ടത് 10ാം ക്ലാസ്സിലെ ഫ്ലെക്സിൽ വെച്ചിട്ട്. പിന്നെന്താ? പിന്നെന്ത്? പിന്നൊന്നുമില്ല, അത്രയേ എന്നാ പ്ലാൻ പറ. നിൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ? ആ അലിഡായിട്ട് ചെറിയ കോണ്ടാക്റ്റ് ഉണ്ട്. എന്നാൽ പിന്നെ അലിഡേനെ കോണ്ടാക്ട് ചെയ്യ്. എന്നിട്ട് അവിടെ നിന്ന് അന്വേഷിക്കാം നമുക്ക്. ചന്തു ഏത് സ്കൂളിൽ പഠിച്ചെന്നാ പറഞ്ഞേ? ഭവൻസ്. ആ അപ്പം നമുക്ക് ആദ്യം ഭവൻസ് പോവാം. അവിടുന്ന് വല്ല അഡ്രസ്സോ കോണ്ടാക്റ്റോ കിട്ടിയാൽ അത് വെച്ച് അന്വേഷിച്ച് പോവാലോ. അഥവാ കിട്ടിയില്ലെങ്കിലോ? നമുക്ക് ആദ്യം പോയി നോക്കാം, എന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ആ പിന്നെ അലീഡേനെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എന്തെങ്കിലും കിട്ടാണ്ട് നിൽക്കൂലല്ലോ. അപ്പോൾ പോവേയല്ലേ കോഴിക്കോടേക്ക്? എന്തായി, ഫ്രെഡി ചേട്ടൻ വന്നില്ലേ? ഇപ്പം തന്നെ ലേറ്റ് ആയില്ലേ? നീ ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ, എവിടെയാന്ന്? വരുന്നില്ലേ? വരുന്നില്ലേ? അതെന്തേ അവസാന നിമിഷം ഇങ്ങനെ ഇല്ല പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒട്ടും പറ്റൂല? എന്നാ ഓക്കെ, റെസ്റ്റ് എടുക്ക്. അവിടെ എത്തിയിട്ട് വിളിക്കാം. എന്നാ പറ്റിയേ? ഓൻ വരുന്നില്ലേ? ഫുഡ് പോയ്സൺ ആണ് പോലും, അവന് വരാൻ പറ്റൂല. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഫ്രെഡി ഇല്ലാതെ ഇപ്പം എങ്ങനെയാ? പ്ലാൻ ക്യാൻസൽ ആക്കണ്ട, നമ്മളോട് പോവാനാന്ന് പറഞ്ഞേ. ഓ എന്നാ പിന്നെ ലേറ്റ് ആക്കണ്ട, നമുക്കെന്നാ പോവല്ലേ? ഉം.
ഹലോ ചേട്ടാ, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലല്ലോ. ആരുമില്ലേ? നീ ഒന്ന് അലീഡനെ വിളിച്ചോക്ക്. എന്നാ വിളിച്ചോക്ക്. വിളിച്ചോക്ക്. ഹലോ, നീ ഇപ്പോൾ എവിടെയാ ഉള്ളത്? ആ, ഞാനും കോഴിക്കോടുണ്ട്. നമുക്കൊന്ന് മീറ്റ് ആക്കിയാലോ? ഞാനിപ്പോൾ നമ്മുടെ പഴയ സ്കൂളിൻ്റെ അവിടെ ഉണ്ട്. ആ, ഓക്കെ, എന്നാൽ അങ്ങോട്ടേക്ക് വരാം. എടാ, അലിഡൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഓ. നമുക്കെന്നാ അങ്ങോട്ടേക്ക് പോയാലോ? അപ്പോ ഡാ ഇവിടെ എത്രയായി കണ്ടിട്ട്? വാ. വാ. എന്താ കുടിക്കാൻ വേണ്ടേ? ഒന്നും വേണ്ട. പറഞ്ഞോടാ, ഫോർമാലിറ്റി എന്തിനാ? ഇല്ല, ഇല്ല ഒന്നും ഇല്ല വേണ്ട. ഒന്നും വേണ്ട. ചോദിക്കാൻ പറ. മറ്റേ കാര്യം ചോദിക്കാൻ. എന്ത്? എന്താടാ? എടാ, നമ്മളുടെ കൂടെ പണ്ട് 1ാം ക്ലാസ്സിൽ പഠിച്ച അഗ്നേന് ഓർമ്മയുണ്ടോ നിനക്ക്? അഗ്നേ? ആ, നമ്മുടെ അവിടെ ബൗൺസിലുണ്ടായതല്ലേ? ആ. അവനിപ്പോൾ എവിടാന്ന് വല്ല ഐഡിയ ഉണ്ടോ? അവനിപ്പോ അവൻ്റെ വീട് ഇവിടെ അടുത്തായിരുന്നു. ആ, ഞങ്ങൾ ഒരുമിച്ച് ആ വാനിൽ വന്നുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ അവർ ഫാമിലി ഷിഫ്റ്റ് ചെയ്ത് ബാംഗ്ലൂർ അവിടെ എവിടെയോ. എന്തേ? ഓ, എന്ത് പറ്റി? ഒന്നുമില്ല. ഇവിടെ വാഷ്റൂം എവിടെയാ? അതാ അവിടെ നിന്ന് റൈറ്റിലേക്ക്. ഞാനൊന്ന് പോയിട്ട് വരാം. അതില്ലേ, അതെന്താ സംഭവം എന്നറിയോ? നമുക്കെന്നാ പോയാലോ? ട്രെയിൻ വരെ ഇനി 2 മണിക്കൂറും കൂടിയില്ലേ? നമുക്ക് ബീച്ചിൽ പോയാലോ? പോവാം. പോട്ടെ. പോയിട്ട് പിന്നെ ഒരു ദിവസം വാ. എടാ, എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കഥയുണ്ട്. പണ്ട് ഭൂമിയിലെല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്നു. ഇത് കണ്ട ദേവന്മാർ അവരുടെ രാജാവായ സ്യൂസിൻ്റെ അടുത്തെത്തി. പരാതി കേട്ട സ്യൂസ് തൻ്റെ മകളായ പാൻഡോരയ്ക്ക് ഒരു ബോക്സ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ബോക്സ് നീ ഭൂമിയിലെ രാജാവായ എപ്പിമെത്തസിനെ ഏൽപ്പിക്കണമെന്ന്. ബോക്സ് കൊടുക്കുമ്പോൾ സ്യൂസ് വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും ഈ ബോക്സ് തുറക്കരുതെന്ന്. അങ്ങനെ ബോക്സുമായി പാൻഡോര ഭൂമിയിലെത്തി. ഭൂമിയിലെത്തിയ ശേഷം പാൻഡോരയും എപ്പിമെത്തസും കല്യാണം കഴിച്ചു. അങ്ങനെ ഒരു ദിവസം തൻ്റെ കൗതുകം കൊണ്ട് പാൻഡോര ആ ബോക്സ് ഒന്ന് തുറന്നു നോക്കി. ബോക്സ് തുറന്നതും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭൂമിയിലേക്ക് കഷ്ടപ്പാടും തിന്മയും ആകെ പടർന്നു. ഭൂമി നരകായി മാറി. പക്ഷെ കഷ്ടപ്പാടും തിന്മയും എല്ലാം അതിജീവിക്കാൻ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി സ്യൂസ് പാൻഡോര ബോക്സിൽ വേറൊരു കാര്യം കൂടെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹോപ്പ്. Agne is still out there somewhere. Maybe someday I'll find him. Maybe not.
എനിക്കറിയില്ല കേട്ടോ. എന്നിട്ട് 10ാം ക്ലാസ് ജയിച്ച സമയത്ത് KV നമ്പർ 1 ഉണ്ട് ഈസ്റ്റില്. എൻ്റെ വീട് വെസ്റ്റില്, അതിൻ്റെ അടുത്താണ് ഈസ്റ്റില്. അപ്പോൾ കേന്ദ്ര വിദ്യാലയൻ്റെ മുമ്പിലുള്ള ഫ്ലെക്സിലുണ്ട് ആഗ്നേൻ്റെ ഫോട്ടോ full+, ഇട്ടിരുന്നത്. ഞാനൊരു കുറേ ഇൻസ്റ്റഗ്രാമിൽ തപ്പി നോക്കിയ ചെയ്തില്ല.